Welcome to Entry Elevate ACCA's Financial Reporting Classes. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് IAS 8 Changes in Accounting Policies, Accounting Estimate and Prior Period Errors. സോ 3 ടോപ്പിക്സ് ആണ് ഈ ഒരു സ്റ്റാൻഡേർഡിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് എന്താണ് അക്കൗണ്ടിങ് പോളിസീസ് എന്നുള്ളത്? Accounting policies are the principles and rules applied by an entity which specifies how transactions are reflected in the financial statement. For example, ഇപ്പോൾ നമ്മൾ FIFO പ്രകാരം ചെയ്യണോ അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് പ്രകാരം ചെയ്യണോ എന്ന് ഇൻവെൻട്രിയുടെ കേസിൽ, പിന്നെ അതേപോലെ അസറ്റ് ഏത് കോസ്റ്റിൽ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റിൽ റീപ്ലേസ്മെൻറ്റ് വാല്യൂവിൽ വേണോ കാണിക്കാൻ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ വേണോ കാണിക്കാൻ, ഇതൊക്കെ ഏതിൻ്റെ ഭാഗമാണ്? അക്കൗണ്ടിങ് പോളിസിയുടെ ഭാഗമാണ്. ഇഫ് ആൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എക്സിസ്റ്റ് ദെൻ ഫോളോ ദി സ്റ്റാൻഡേർഡ്. ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ സ്റ്റാൻഡേർഡ് പ്രകാരം വേണം ഫോളോ ചെയ്യാൻ, എങ്ങനെയാണ് വാല്യുവേഷനൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. ഇഫ് എ സ്റ്റാൻഡേർഡ് ഡസൻറ്റ് എക്സിസ്റ്റ്, സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കേസസിലാണെങ്കിലോ ദി അക്കൗണ്ടിങ് പോളിസി സെലക്റ്റഡ് മസ്റ്റ് റിസൾട്ട് ഇൻ ഇൻഫർമേഷൻ ദാറ്റ് ഇസ് റെലവൻറ്റ് ആൻഡ് റിലയബിൾ. സോ നമ്മൾ ചെയ്യുന്നത് എന്ത് പ്രകാരമായിരിക്കണം? ലൈക്ക് ആ ഇൻഫർമേഷൻ എന്തായിരിക്കണം? റെലവൻറ്റ് ആൻഡ് റിലയബിൾ ആയിരിക്കണം. നൗ നമ്മുടെ ടോപ്പിക് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസീസ്. സോ ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ എപ്പോഴൊക്കെ മാത്രമേ ചേഞ്ച് വരാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസി ഷുഡ് ബി മെയ്ഡ് ഓൺലി ഇഫ് ദ ചേഞ്ച് ഇസ് റിക്വയർഡ് ബൈ ആൻ IFRS സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ചേഞ്ച് ആണെങ്കിൽ, ഓർ എൽസ് ദ ചേഞ്ച് വിൽ റിസൾട്ട് ഇൻ എ മോർ അപ്രോപ്രിയേറ്റ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. കാരണം നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കണം? റെലവൻറ്റ് ആൻഡ് റിലയബിൾ ആയിരിക്കണം അല്ലേ? സോ നമ്മളിപ്പോൾ ഈ ചേഞ്ച് നമ്മൾ FSലുള്ള ഇൻഫർമേഷൻ കൂടുതൽ റെലവൻറ്റ് ആൻഡ് റിലയബിൾ, കൂടുതൽ അപ്രോപ്രിയേറ്റ് ആക്കുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ചേഞ്ച് വരുത്താം. Now, a change in accounting policy occurs if there has been a change in. എപ്പോഴാണ് അക്കൗണ്ടിങ് പോളിസിയിൽ ചേഞ്ചസ് വരിക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ ഈ 3 സിറ്റുവേഷൻസിലാണ് വരിക. ഫസ്റ്റത്തെ കേസ് റെക്കഗ്നിഷൻ. അതായത് നമ്മളിപ്പോൾ ഒരു അസറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസറ്റ് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. മുൻപേ അതൊരു എക്സ്പെൻസ് ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തത്. ബട്ട് ഇപ്പം അത് പറയാണ്, ഇപ്പം അത് അസറ്റ് ആയിട്ടല്ല, ഒരു അസറ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. അപ്പോൾ അത് റെക്കഗ്നിഷനിലൊരു വ്യത്യാസമല്ലേ? നമ്മൾ എക്സ്പെൻസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്ന സാധനം ഇപ്പം അസറ്റ് ആയിട്ടാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടതെന്ന് പറയുന്നു. സോ അങ്ങനെ ഒരു റെക്കഗ്നിഷനിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ അതെന്താണ്? ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസിയാണ്. സെക്കൻഡ് കേസ് പ്രസൻറ്റേഷൻ. ഇപ്പോൾ ഡിപ്രിസിയേഷൻ കോമൺലി നമ്മൾ ചെയ്യുമ്പോഴൊക്കെ ചില സിറ്റുവേഷൻസിൽ നമ്മൾ എവിടെ ഇടും? കോസ്റ്റ് ഓഫ് സെയിൽസിൽ കൺസിഡർ ചെയ്യും. ബട്ട് ഇപ്പം അത് പറയുകയാണ്, ഇപ്പോൾ അത് കോസ്റ്റ് ഓഫ് സെയിൽസിലല്ല, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസിൽ ആണ് കാണിക്കേണ്ടതെന്ന്. ബട്ട് ഇവിടെ നേരെ തിരിച്ചിട്ടാണ് എക്സാമ്പിൾ ഉള്ളത്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസിന് മുന്നേ ആയിരുന്നു, ഇപ്പോൾ അത് കോസ്റ്റ് ഓഫ് സെയിൽസ്. എങ്ങനെയാലും കുഴപ്പമില്ല. ഓക്കെ, സോ ആ ഒരു ചേഞ്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അതെന്താണ്? നമ്മുടെ പ്രസൻറ്റേഷനിൽ ചേഞ്ച് വരുന്നതാണല്ലോ. കാരണം കോസ്റ്റ് ഓഫ് സെയിൽസും അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസും. സോ ആ ഒരു പ്രസൻറ്റേഷനിൽ വരുന്ന ചേഞ്ച് ആണെങ്കിലും അതും എന്താണെന്ന് പറയുന്നത്? ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസിയാണ്. ആൻഡ് ദ തേർഡ് കേസ് മെഷർമെൻറ്റ് ബേസിസ്. സ്റ്റേറ്റിംഗ് അസറ്റ്സ് അറ്റ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് റാദർ ദാൻ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഇപ്പോൾ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റിൽ കാണിക്കുന്നു, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അല്ലാതെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റിൽ കാണിക്കുന്നു. അതായത് മെഷർമെൻ്റ് ഉള്ള ഒരു വ്യത്യാസം. സോ ഈ 3 സിറ്റുവേഷനിൽ റെക്കഗ്നിഷൻ, പ്രസൻറ്റേഷൻ, മെഷർമെൻറ്റ്, ഓക്കെ, ഈ 3 കാര്യങ്ങളിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ അതെന്താ ഉദ്ദേശിക്കുന്നത്? അക്കൗണ്ടിങ് പോളിസിയിലുള്ളൊരു ചേഞ്ച് ആണെന്ന്. കാരണം ഒബ്വിയസ്ലി ഈ ഒരു കേസസിലൊക്കെ നിങ്ങൾക്കൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമല്ലോ, ഓക്കെ ഇത് പോളിസിയിൽ ചേഞ്ച് ആണോ എസ്റ്റിമേറ്റിൽ ചേഞ്ച് ആണോ എന്നുള്ളത്. സോ ഈ 3 കേസസിലാണെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? അക്കൗണ്ടിങ് പോളിസിയിലുള്ള ചേഞ്ച് ആണെന്നാണ്. നൗ ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസി ആർ അപ്ലൈഡ് റെട്രോസ്പെക്റ്റീവ്ലി ബൈ അഡ്ജസ്റ്റിംഗ് ഓപ്പണിംഗ് ബാലൻസസ് ഓഫ് ഇക്വിറ്റി. റെട്രോസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ എവിടെ ആ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് മുതലേ നമ്മളത് എന്ത് ചെയ്യണം? റെക്ടിഫൈ ചെയ്ത് വരണം. അതായത് ചേഞ്ച് വന്ന അന്ന് മുതലല്ല, അതിൻ്റെ ബാക്കോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? റെക്ടിഫൈ ചെയ്യണം. അതാണ് റെട്രോസ്പെക്റ്റീവ്ലി എന്ന് പറയുന്നത്. അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? ത്രൂ ഓപ്പണിംഗ് ബാലൻസസ് ആണ്. പിന്നെ അക്കൗണ്ടിങ് പോളിസിയുടെ 2 എക്സാമ്പിൾസ് ആണ് സബ്സീക്വൻറ്റ് റെക്കഗ്നിഷൻ ഓഫ് അസറ്റ്. കോസ്റ്റ് മോഡലിൽ വേണോ ഫെയർ വാല്യൂൽ മോഡലിൽ വേണോ എന്നുള്ളത്. അതേപോലെ വാല്യുവേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി FIFOയിൽ വേണോ വെയ്റ്റഡ് ആവറേജിൽ വേണം. ഇതൊക്കെ എന്താണ്? അക്കൗണ്ടിങ് പോളിസി ആയിട്ട് കണക്റ്റഡ് ആണ്. അക്കൗണ്ടിങ് ഫോർ എ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി. സോ ഒരു ചേഞ്ച് വന്നാൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് റെട്രോസ്പെക്റ്റീവ്ലി ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ അതിനൊന്ന് ഡീപ്പായിട്ട് നോക്കാം.
the required accounting treatment is that the change should be applied retrospectively with an adjustment to. സോ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട പോയിന്റ് റെട്രോസ്പെക്റ്റീവ്ലി ആണ്. അതേപോലെ എവിടെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്? ത്രൂ ഓപ്പണിംഗ് ബാലൻസ് വേണം നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ. ബാലൻസ് ഓഫ് ദ റീറ്റെയിൻഡ് ഏർണിങ്സ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിലാണ് എന്തുണ്ടാവുക? റീറ്റെയിൻഡ്, അതായത് നമ്മുടെ ഇക്വിറ്റിയിൽ വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മുടെ ക്യാപിറ്റൽ, ഷെയർ പ്രീമിയം, റീറ്റെയിൻഡ് ഏർണിങ്സ്, ഇതൊക്കെ എവിടെ ഉണ്ടാവുക? ഇക്വിറ്റി സെക്ഷനിലാണ്. സോ ഇത് വെച്ചിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറയുന്നത്. സോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ റീറ്റെയിൻഡ് ഏർണിങ്സിൽ എന്തുണ്ടാവും? ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവും. സോ ഈ ഓപ്പണിംഗ് ബാലൻസസ് എന്നുള്ള നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? റെക്ടിഫിക്കേഷൻ ചെയ്യേണ്ടത്. Comparative information should be restated unless it is impracticable to do so. If the adjustment to opening retained earnings cannot be reasonably determined, the change should be adjusted prospectively. That is included in the current period statement of profit or loss. So, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഈ രണ്ട് പോയിൻറ്റ്സ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിത് അതായത് നമുക്കിത് മുന്നേ ഉള്ള ചേഞ്ചസിൽ, അതായത് മുന്നേ ഉള്ള ആ ഒരു ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കും. കാരണം ഇത് പഴയ ഓൾഡ് ഡാറ്റയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? റെക്ടിഫിക്കേഷൻ ചെയ്യണമല്ലോ. അതാണ് റെട്രോസ്പെക്റ്റീവ്ലി എന്ന് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നാണ് പറയുന്നത്? പ്രോസ്പെക്റ്റീവ്ലി ചെയ്യാം. അതായത് റെട്രോസ്പെക്റ്റീവിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ഇനി മുതലുള്ളതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ഇപ്പം എന്താണോ ആ ചേഞ്ച് വരുത്തിയാൽ മതി. മുന്നേ ഉള്ളതിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ചേഞ്ച് ആക്കേണ്ട ആവശ്യമില്ല. അത് ഇംപ്രാക്ടിക്കബിൾ ആണെങ്കിൽ മാത്രമാണ് പറയുന്നത്. ഓക്കെ. സോ പ്രോസ്പെക്റ്റീവ്ലി എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻക്ലൂഡഡ് ഇൻ ദി കറൻറ്റ് പീരിയഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ഇപ്പോഴത്തെ SOPയിൽ ആ ചേഞ്ച് എന്താക്കിയാൽ മതി? എന്താണോ ആ ചേഞ്ച് അതിനനുസരിച്ച് കാണിച്ചാൽ മതി. അല്ലാണ്ട് റെട്രോസ്പെക്റ്റീവ്ലി പഴയത് മുതലേ ആ ഓപ്പണിംഗ് ബാലൻസിനെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? റെക്ടിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. മീൻസ് ആ ചേഞ്ച് കൊടുക്കേണ്ട ആവശ്യമില്ലാണെന്ന് പറയുന്നത്. സോ ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസി നമ്മൾ കവർ ചെയ്തു. എന്താണ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസിയും അതൊക്കെ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് വരിക, എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യേണ്ടതെന്നുള്ളത് 3 കാര്യങ്ങളാണ് കവർ ചെയ്തത്. ഇനി ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ് എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യേണ്ടത്? സോ ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ് ആർ നോട്ട് അപ്ലൈഡ് റെട്രോസ്പെക്റ്റീവ്ലി, ദേ ആർ അപ്ലൈഡ് ഇൻ എ പ്രോസ്പെക്റ്റീവ് ബേസിസ്. അതായത് ഇപ്പം കറൻ്റ്ലി ഉള്ളത് മുതൽ എന്ത് ചെയ്താൽ മതി? എന്താണോ ആ ചേഞ്ച് ഇപ്പം മുതൽ റിഫ്ലക്റ്റ് ചെയ്താൽ മതി. അല്ലാണ്ട് പഴയ ആ ഓപ്പണിംഗ് ബാലൻസ് ഒന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റിഫ്ലക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. സോ ഇനി അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എ നെസസറി ഇർറിക്കവറബിൾ ഡെപ്റ്റ് അലവൻസ്, അതായത് നമ്മളെ ഡെപ്റ്റ് അലവൻസിൽ നിങ്ങളും എസ്റ്റിമേറ്റിൽ ചേഞ്ച് വരുത്തിയാൽ. യൂസ്ഫുൾ ലൈഫ് ഓഫ് ഡിപ്രിഷ്യബിൾ അസറ്റ്, അതായത് 2 ഇയർ ഉള്ള സാധനം ഒരു 5 ഇയർ ആണ് യൂസ്ഫുൾ ലൈഫ് എന്ന് ആക്കിയാൽ. അതേപോലെ പ്രൊവിഷൻ ഫോർ ഒബ്സലൻസ് ഓഫ് ഇൻവെൻട്രി, മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്, റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡ്. സോ ഇവിടെ അധിക പേർക്കും കൺഫ്യൂഷൻ വരാം. മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ പെട്ടെന്ന് നമ്മൾ ഏതായിട്ട് കൺസിഡർ ചെയ്യും? അക്കൗണ്ടിങ് പോളിസി ആയിട്ട് കൺസിഡർ ചെയ്യും. പക്ഷെ അതും എന്തിൻ്റെ അണ്ടറിൽ തന്നെയാണ്? അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സിൽ തന്നെയാണ് വരുന്നത്. If the effect of the change is material, its nature and amount must be disclosed. അതായത് ഇപ്പം നമ്മുടെ ആ ചേഞ്ച് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ യൂസേഴ്സിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനെ തന്നെ എഫക്റ്റ് ചെയ്യുന്നത്. അതായത് ഈ ഒരു തീരുമാനം, ഈ ഒരു ചേഞ്ച് ആ ഡിസിഷന് തന്നെ, യൂസേഴ്സിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ എഫക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ അതാണ് മെറ്റീരിയൽ ആണെങ്കിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ നേച്ചറും എമൗണ്ടും ഡിസ്ക്ലോസ് ചെയ്യണം. അതായത് നമ്മുടെ നോട്ട്സ് ഉണ്ടാവുമല്ലോ, നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ആ നോട്ട്സിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണം. സോ നമുക്കൊരു കുഞ്ഞ് എക്സാമ്പിൾ നോക്കാം. ഓക്കെ. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി ആസ് ഒപ്പോസ് ടു എ ചേഞ്ച് ഇൻ എസ്റ്റിമേറ്റ്? സോ ഇതിൽ ഏതാണ് അക്കൗണ്ടിങ് പോളിസി, ഏതാണ് എസ്റ്റിമേറ്റ് എന്നുള്ളതാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഇത് നോക്കാം. An entity has previously charged interest incurred in connection with the construction of tangible non-current assets to the statement of profit or loss. So ഇൻട്രസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ചാർജ് ചെയ്തിട്ടുണ്ട്. ഫോളോയിങ് ദ റിവിഷൻ ഓഫ് IAS 23 borrowing cost and in accordance with the revised requirements of that standard, it now capitalizes the interest. എന്താ പറഞ്ഞത്? മുന്നേ ഇൻട്രസ്റ്റ് എന്തായിട്ട് കാണിച്ചെന്നാണ് പറയുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ ചാർജ് ചെയ്തെന്നാണ് പറയുന്നത്. ബട്ട് നമ്മൾ പഠിച്ചിട്ടില്ല IAS 23 അവിടെ ഇതായിട്ട് ക്വാളിഫയിങ് അസറ്റായിട്ട് റിലേറ്റ് ചെയ്യുന്ന, ആ ഒരു പീരീഡായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് പഠിച്ചിട്ടുണ്ട്? ക്യാപിറ്റലൈസ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ ഇവിടെ അതന്നെ പറയുന്നത് IAS 23 വന്നപ്പം, സോ ആ സ്റ്റാൻഡേർഡ് പ്രകാരം എന്തായി? ഇപ്പം തീരുമാനം എന്തായി?
നമുക്ക് ഈ ഇൻട്രസ്റ്റിന് എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്? ക്യാപിറ്റലൈസ് ചെയ്യാം, അസറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യാം. സോ ഇത് എന്തിൻ്റെ ചേഞ്ച് ആയിരിക്കും? പ്രസൻറ്റേഷൻ. സോ ഈ റെക്കഗ്നിഷൻ ആണോ, പ്രസൻറ്റേഷനോ, മെഷർമെൻറ്റോ, ഈ 3 കാര്യങ്ങളിലാണോ നോക്കുക. സോ ഈ 3 കാര്യങ്ങൾ ഏതെങ്കിലും ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അക്കൗണ്ടിങ് പോളിസിയിൽ ചേഞ്ചാണ്. സോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആ ഒരു റെക്കഗ്നിഷൻ മാറിയില്ലേ? മുന്നേ നമ്മൾ എക്സ്പെൻസ് ആക്കിയിട്ടുള്ള സാധനം ഇപ്പം എന്ത് ചെയ്തു? ക്യാപിറ്റലൈസ് ആയിരുന്നു, അസറ്റായിട്ട് കൂട്ടുന്നു അല്ലേ? സോ ഇത് ഒരു റെക്കഗ്നിഷനിലെ ചേഞ്ചാണ്. സോ അക്കൗണ്ടിങ് പോളിസിയാണ്, ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസിയാണ്. സെക്കൻഡ്, an entity has previously depreciated vehicles using the reducing balance method at 40% per annum. It now uses a straight line method over a period of 5 years. ഇവിടെ എന്താണ്? ഡിപ്രിസിയേഷൻ മെത്തേഡ് ചേഞ്ച് ആയിരിക്കുകയാണ് അല്ലേ? ഇത് ഏതിലെ മീൻസ് ഇത് ഏതിൻ്റെ അണ്ടറിലാണ് വരിക? അക്കൗണ്ടിങ് പോളിസി ആണോ, അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആണോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അക്കൗണ്ടിങ് എസ്റ്റിമേറ്റിലല്ലേ മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ ഒക്കെ മാറിയാലേ. സോ ഇവിടെ ഏതാണ് വരിക? അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആണ് വരിക. ഓക്കെ. ആൻഡ് നെക്സ്റ്റ്, an entity has previously shown certain overheads within cost of sales. It now shows those overheads within administrative expenses. മുന്നേ ചില ഓവർഹെഡ്സ് കോസ്റ്റ് ഓഫ് സെയിൽസിലാണ് ഇട്ടിട്ടുള്ളത്, ബട്ട് ഇപ്പം അത് എവിടെ ഇടുന്നു? അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസിൽ ഇടുന്നു. ഇത് പ്രസൻറ്റേഷനിലുള്ളൊരു വ്യത്യാസം വന്നില്ലേ? മുന്നേ കോസ്റ്റ് ഓഫ് സെയിൽസിലാണ്, ഇപ്പം അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസിലാണ്. സോ പ്രസൻറ്റേഷനിലും വ്യത്യാസമാണെങ്കിൽ ഏതിലാണ്? അക്കൗണ്ടിങ് പോളിസിയിലാണ് വരിക. An entity has previously measured inventory at weighted average cost. It now measures inventory using the first in first out method. മുന്നേ വെയ്റ്റഡ് ആവറേജ് ആണ്, ബട്ട് നൗ എന്താണ്? FIFO മെത്തേഡാണ്. സോ ഇവിടെയും എന്താണ്? നമ്മുടെ മെഷർമെൻറ്റിൽ വന്നൊരു വ്യത്യാസമാണ് അല്ലേ? മുന്നേ വെയ്റ്റഡ് ആവറേജ് ആണ്, ഇപ്പോൾ FIFO ആണ്. സോ മെഷർമെൻറ്റിൽ വന്നൊരു ചേഞ്ച് ആണെങ്കിൽ അതും ഏതാണ്? അക്കൗണ്ടിങ് പോളിസിയാണ്. സോ ഇങ്ങനൊരു കാര്യം വരുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണ്? റെക്കഗ്നിഷൻ, പ്രസൻറ്റേഷൻ, മെഷർമെൻറ്റ്, ഈ 3 കാര്യങ്ങളിലാണ് ആ ചേഞ്ച് സംഭവിച്ചതെങ്കിൽ അത് എന്തിൻ്റെ ചേഞ്ചാണ്? അക്കൗണ്ടിങ് പോളിസിയിലുള്ളൊരു ചേഞ്ചാണ്. സോ ഇനി നമ്മുടെ ഇതിൻ്റെ തേർഡ് സെക്ഷൻ, പ്രയോർ പീരിയഡ് എറേഴ്സ്. പ്രയോർ പീരിയഡ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് മുന്നേ ഉള്ള ഒരു പീരിയഡിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ച അതിനാണ് പ്രയോർ പീരിയഡ് എറേഴ്സ് എന്ന് പറയുന്നത്. സോ പ്രയോർ പീരിയഡ് എറർ മസ്റ്റ് ബി കറക്റ്റഡ് റെട്രോസ്പെക്റ്റീവ്ലി. അതായത് നമ്മുടെ റീറ്റെയിൻഡ് ഏർണിങ്സിൽ ഓപ്പണിംഗ് ബാലൻസസിനെയും നമ്മൾ എന്ത് ചെയ്യണം? ആ കറക്ഷൻ കൊണ്ട് ഇങ്ങനെ വരണം. ഓക്കെ, ദേ ആർ അഡ്ജസ്റ്റഡ് ത്രൂ റീറ്റെയിൻഡ് ഏർണിങ്സ്. സച്ച് എറേഴ്സ് ഇൻക്ലൂഡ് മാത്തമാറ്റിക്കൽ മിസ്റ്റേക്സ്, ചിലപ്പോൾ കാൽക്കുലേഷൻ എറേഴ്സ് ആവാം അല്ലേ? മിസ്റ്റേക്സ് ഇൻ അപ്ലൈയിങ് അക്കൗണ്ടിങ് പോളിസീസ്, ഓവേഴ്സൈറ്റ്സ് ആൻഡ് ഫ്രോഡ്. Current period errors that are discovered in that period should be corrected before the financial statements are authorized for issue. സോ നമ്മൾ ഈ FS ഒക്കെ ഉണ്ടാക്കിയിട്ട് ഓതറൈസേഷന് കൊടുക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? ഈ എറേഴ്സ് ഒക്കെ നമ്മൾ റെക്ടിഫൈ ചെയ്യണം. സോ കറക്ഷൻ ഓഫ് പ്രയോർ പീരിയഡ് എറേഴ്സ്. പ്രയോർ പീരിയഡ് എറേഴ്സ് ആർ ഡീൽ വിത്ത് ബൈ restating the opening balances of asset, liabilities and equity as if the error had never been occurred and presenting the necessary adjustment to the opening balances of retained earnings to the statement of changes in equity. അതായത് റെട്രോസ്പെക്റ്റീവ്ലി ആണ് നമ്മൾ പറയുന്നത്. അതായത് ബാക്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആ എറർ ഉള്ളതൊക്കെ തിരുത്തണം. എറേഴ്സ് ഉള്ളതൊക്കെ തിരുത്തി ഓപ്പണിംഗ് ബാലൻസ് ഒക്കെ അഡ്ജസ്റ്റ് ആക്കി, അതായത് ഇങ്ങനൊരു എറർ സംഭവിച്ചിട്ടേ ഇല്ല എന്ന ഭാഗത്തിൽ അതെന്ത് ചെയ്യണം? റെക്ടിഫൈ ചെയ്യണം. ഓക്കെ, restating the comparative figures presented as if the error had never been occurred. Disclosing within the accounts a statement of financial position at the beginning of the earliest comparative period. കാരണം ഈ പ്രാവശ്യം എന്തെങ്കിലും നമ്മൾ എറേഴ്സ് വന്ന് റെക്ടിഫൈ ചെയ്താൽ അത് അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസിൽ എഫക്റ്റ് ചെയ്യൂലേ? സോ അങ്ങനെ റെക്ടിഫൈ ആയിട്ട് എത്രയും വേഗം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ഇതിലേക്ക് ഇടുമ്പം എറേഴ്സൊക്കെ തിരുത്തി കൃത്യമാക്കിയിട്ട് വേണം പോകാൻ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ അക്കൗണ്ടിങ് പോളിസിയും റെട്രോസ്പെക്റ്റീവ്ലി വേണം ചെയ്യാൻ. അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആണെങ്കിലോ കറക്ഷനൊക്കെ പ്രോസ്പെക്റ്റീവ്ലി, അത് മീൻസ് ആ ചേഞ്ചസ് ഒക്കെ പ്രോസ്പെക്റ്റീവ്ലി വേണം കൊടുക്കാൻ. ആൻഡ് പ്രയോർ പീരിയഡ് എറേഴ്സ് ആണെങ്കിലോ റെട്രോസ്പെക്റ്റീവ്ലി തന്നെ വേണം കൊടുക്കാൻ. സോ നമ്മളിവിടെ അക്കൗണ്ടിങ് പോളിസിയിലെ ചേഞ്ച് എങ്ങനെ അക്കൗണ്ട് ചെയ്യണം, എന്താണ് ചേഞ്ചസ്, അതൊക്കെ നോക്കി അല്ലേ?
അക്കൗണ്ടിങ് എസ്റ്റിമേറ്റിലും നോക്കി എങ്ങനെയാണ് ചേഞ്ചസ് അക്കൗണ്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അതേപോലെ പ്രയർ പീരിയഡ് എറേഴ്സിലും നോക്കി എന്താണ് പ്രയർ പീരിയഡ് എറേഴ്സ്, അതേപോലെ ആ ചേഞ്ച് എങ്ങനെ അക്കൗണ്ട് ചെയ്യണം എന്നുള്ളത്. സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.